നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളയിൽ എതിർപ്പ് ചൂണ്ടിക്കാട്ടി തിരൂർ നഗരസഭയിൽ പ്രമേയം. പ്രതിപക്ഷ പ്രതിഷേധം ബഹളത്തിനിടയാക്കി. പ്രമേയം അജണ്ടയിൽ നിന്ന് മാറ്റണമെന്ന് പ്രതിപക്ഷം. ജനവികാരം പ്രതിപക്ഷം കാണാതെ പോകുന്നതായി നഗരസഭാ അധ്യക്ഷ. പൂക്കിപ്പറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. തെന്നല അറക്കൽ സ്വദേശി ശശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കം. ദുരൂഹത കണ്ടെത്താൻ SP നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന. സ്മൃതി കേരം പദ്ധതി ജില്ലാതല ഉദ്ഘാടനം താനൂരിൽ നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം തൈനട്ട് സുരേഷ് ഗോപി MP നിർവഹിച്ചു. സംസ്ഥാനത്തെ കോവിഡ് കണക്കിൽ നേരിയ ആശ്വാസം. 19,325 രോഗികൾ. മലപ്പുറത്ത് സമ്പർക്ക രോഗികൾ വർദ്ധിക്കുന്നു. 1,596 പേർക്ക് രോഗബാധ. 2,689 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. കേരളയുമായി ബന്ധപ്പെട്ട് തിരൂർ നഗരസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ബഹളത്തിനിടയാക്കി. നഗരസഭ ജനങ്ങൾക്കൊപ്പമാണെന്നും പൊതുജനങ്ങളുടെ വികാരം പ്രതിപക്ഷം കാണാതെ പോകുന്നുവെന്നും ചെയർപേഴ്സൺ AP നസീമ. കേരളയിൽ പദ്ധതിക്കെതിരായി നഗരസഭ പ്രമേയം പാസാക്കിയത് ഭരണഘടനാ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷും പ്രതികരിച്ചു. കേരളയുമായി ബന്ധപ്പെട്ട് തിരൂർ നഗരസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ബഹളത്തിനിടയാക്കി. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് നഗരസഭ കേരളയിൽ പദ്ധതി കൊണ്ടുവരുന്നതിനുള്ള എതിർപ്പ് ചൂണ്ടിക്കാട്ടി പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം ചർച്ചയ്ക്കെടുത്ത സമയത്ത് പ്രതിപക്ഷാംഗങ്ങളായ S ഗിരീഷ്, മിർഷാദ്, നജിബുദ്ദീൻ തുടങ്ങിയവർ പ്രതിഷേധിച്ച് സംസാരിച്ചു. വാക്കേറ്റം കൈവിട്ടു പോകുന്ന സ്ഥിതിയിലായി. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പ്രമേയം പാസാക്കിയത്. പ്രമേയം അജണ്ടയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ടെങ്കിൽ സർക്കാരിന് കത്തയക്കുകയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ് പറഞ്ഞു. കേരളയിൽ പദ്ധതിക്കെതിരായി ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമമുണ്ടായി. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയാണ് ഇവിടെ നടന്നു വരുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു പദ്ധതിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ചെയർപേഴ്സണ് വേണമെങ്കിൽ സർക്കാരിലേക്ക് കത്തയക്കാം. പക്ഷേ നഗരസഭാ കൗൺസിലിൽ ഈ പദ്ധതിക്കെതിരെ പ്രമേയം പാസ്സാക്കാനുള്ള അധികാരം നഗരസഭാ കൗൺസിലിനില്ല. അത് വളരെ കൃത്യമായി തന്നെ നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ നടത്തിപ്പ് ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. ചട്ടം 18, 4A, 4D ക്ലോസുകളുടെ ലംഘനമാണ് ഇന്നത്തെ പ്രമേയ അവതരണം. ഞങ്ങളിത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ ശ്രമിച്ചിട്ടുള്ളത്. അത് ശരിയായ നടപടിക്രമമല്ല. അത് സംബന്ധിച്ച ആശങ്കകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ ശരിയായ വിധത്തിൽ അറിയിക്കുന്നതിന് നഗരസഭയ്ക്ക് അതിൻ്റെതായ മാർഗങ്ങൾ തേടാവുന്നതാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള വേദിയായി ചെയർപേഴ്സൺ നഗരസഭാ കൗൺസിലിനെ നോക്കിക്കാണുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്നവരിൽ നിന്നും ഏജന്റുമാർ വഴി ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നതായുള്ള പരാതി വ്യാപകമായിട്ടുണ്ടെന്നും ശക്തമായ സമരമുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏജന്റുമാർ വ്യാപകമായി നഗരസഭയിലെ ഓരോ സെക്ഷനുകളിലും കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ സൂചനാ സമരം ഉൾപ്പെടെ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. വളരെ വ്യാപകമായ രീതിയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. മുനിസിപ്പൽ ഓഫീസിൽ ഓരോ ആവശ്യങ്ങൾക്ക് ചെല്ലുന്ന ആൾക്കാരോട് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിക്കൊടുക്കുന്ന ഏജന്റുമാർ അവിടുത്തെ സെക്ഷനുകളിൽ വിഹരിക്കുകയാണ്. അതേസമയം നഗരസഭ ഭരണസമിതി ജനങ്ങൾക്കൊപ്പമാണെന്നും പൊതുജനങ്ങളുടെ വികാരം പ്രതിപക്ഷം കാണാതെ പോകുകയാണെന്നും ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. കേരളയുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച പരാതികൾ തീർത്തും തെറ്റാണ്. ഒരു നഗരസഭാ ചെയർപേഴ്സൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ് കൗൺസിലിൽ ഏത് അജണ്ട, ഏത് പ്രമേയം വരണമെന്ന് തീരുമാനിക്കേണ്ടത്. ആ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും വളരെ പരിശോധിച്ച് തന്നെയാണ് കൗൺസിലിലേക്ക് പ്രമേയം വെച്ചിട്ടുള്ളത്. നഗരസഭ പ്രമേയം പാസാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പ്രമേയം ഭരണഘടനാ വിരുദ്ധവും ചട്ടലംഘനവുമാണെന്നായിരുന്നു S ഗിരീഷിന്റെ പ്രതികരണം. ചട്ടങ്ങളും നിയമങ്ങളും പരിശോധിച്ചാണ് പ്രമേയം അജണ്ടയാക്കിയതെന്നും പൊതുജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പമാണ് നഗരസഭയെന്നും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടർ സ്ഥാപിക്കാനും ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കാനും പ്രമേയം പാസാക്കിയ അന്നത്തെ ചെയർമാനാണ് S ഗിരീഷ് എന്നും മുതിർന്ന ഒരു അംഗത്തോട് കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ട സാഹചര്യം വേദനാജനകവും പ്രതിഷേധാത്മകമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 13/1/2016 അഡ്വക്കേറ്റ് S ഗിരീഷ് അവർ ചെയർമാനായിരിക്കെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. റെയിൽവേയിൽ ടിക്കറ്റ് കൗണ്ടർ അനുവദിക്കുന്നതിനും സ്റ്റോപ്പ് അനുവദിക്കുന്നതിനുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് ഈ അധികാരപരിധിയിൽപ്പെട്ടതാണോ? അതുകൂടി അവർ പറയേണ്ടതുണ്ട്.
മാത്രമല്ല ഇന്നത്തെ കൗൺസിലിൽ വളരെ വേദനാജനകമായ മറ്റൊരു കാര്യമുണ്ടായി. ഈ കൗൺസിലിലെ ഏറ്റവും മുതിർന്ന അംഗത്തെ വളരെ മോശമായ രീതിയിൽ കൗൺസിലിൽ നിന്ന് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അവർക്കത് പറയാനുള്ള അധികാരമില്ല. അധികാരം കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ആരിറങ്ങിപ്പോകണം, ആരിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കൗൺസിൽ അധ്യക്ഷയാണ്. അത് അവർക്ക് പറയാനുള്ള അധികാരമില്ല. വളരെ മോശമായ രീതിയിൽ അവർ ഞങ്ങളുടെ ഒരു മുതിർന്ന കൗൺസിൽ അംഗത്തെ അപമാനിച്ചു. ഇതിനൊക്കെ എന്ത് ന്യായമാണ് പറയാനുള്ളത്? മറുപടി പറയണം അദ്ദേഹം. പൂക്കിപ്പറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. തെന്നല അറക്കൽ സ്വദേശി ശശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ടായിരുന്നു. എസ്.പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ദുരൂഹത ഒന്നും കണ്ടെത്താനായില്ല. തെന്നലക്കടുത്ത് പൂക്കിപ്പറമ്പ് ചോലക്കുണ്ടിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. തെന്നല അറക്കൽ സ്വദേശി ശശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 44 വയസ്സുണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തുമ്പോൾ 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 60 അടിയോളം താഴ്ചയിൽ മൃതദേഹം കണ്ടത്. വസ്ത്രമില്ലാതെയാണ് മൃതദേഹം കിടന്നിരുന്നത്. സംഭവസ്ഥലത്ത് തന്നെ സൂക്ഷിച്ച മൃതദേഹത്തിൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തി. മൃതദേഹത്തിലും മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തും പരിസരങ്ങളിലും പരിശോധന നടത്തി. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായാണ് പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തിയത്. പക്ഷേ സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോലീസ് നായയും ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടായിരുന്നു. മൃതദേഹത്തിൽ നിന്നും മണം പിടിച്ച പോലീസ് നായ മണ്ണാർപ്പടി ഭാഗത്തേക്ക് ഓടിപ്പോയി. എസ്.പി സുജിത് ദാസ്, താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാട്, CI സന്ദീപ് കുമാർ, CI SK പ്രിയൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പരേതനായ മുക്കോയി ചൂലന്റെ മകനാണ് മരിച്ച ശശി. സേതുമാധവൻ, വേലായുധൻ, പപ്പൻ, സരോജിനി എന്നിവർ സഹോദരങ്ങളാണ്. താനൂർ മുതൽ കെട്ടുങ്ങൽ വരെയുള്ള തീരദേശ പാതയുടെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ. മൊഹിദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ വരെ 29.9 കോടി രൂപ വിനിയോഗിച്ചാണ് തീരദേശ ഹൈവേ പ്രവൃത്തി നടത്തുന്നത്. താനൂർ മൊഹിദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ വരെയുള്ള തീരദേശ പാതയുടെ പ്രവൃത്തി പുരോഗതിയാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതി പ്രദേശം സന്ദർശിച്ച് വിലയിരുത്തിയത്. മൊഹിദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ വരെയുള്ള മേഖലയിലെ 29.9 കോടി രൂപ വിനിയോഗിച്ചാണ് തീരദേശ ഹൈവേ പ്രവൃത്തി നടത്തുന്നത്. പാലത്തിൽ നിന്ന് താഴേക്കുള്ള റോഡ് പരമാവധി വീതി കൂട്ടി നിർമ്മിക്കാനും ഇതിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കെട്ടുങ്ങൽ ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി പൂർത്തിയായാൽ തീരദേശം ഹൈവേയുടെ താനൂർ മേഖലയിലും പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തും. കെട്ടുങ്ങൽ അഴിമുഖത്തെ ടൂറിസം സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് തീരദേശ ഹൈവേ പ്രവൃത്തിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കിഫ്ബി ഉദ്യോഗസ്ഥരും കരാറുകാരനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ബാറുകളും തിയേറ്ററുകളും തുറക്കുന്നതടക്കമുള്ള ഇളവുകൾ ചർച്ച ചെയ്യാൻ കോവിഡ് അവലോകന യോഗം ചേരും. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ബാറുകളിൽ മദ്യം വിളമ്പാനും അനുവദിക്കുന്നത് ചർച്ച ചെയ്യും. WIPR അടിസ്ഥാനമായ നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതി നൽകുന്നതടക്കമുള്ള ഇളവുകൾ ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗം പരിഗണിക്കും. വൈകുന്നേരം 3:30 യോഗം. ജനസംഖ്യാധിഷ്ഠിത രോഗവ്യാപന അനുപാതം 8 മുകളിലുള്ള തദ്ദേശ വാർഡുകളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ തുടരും. മറ്റിടങ്ങളിൽ ഹോട്ടലുകൾക്ക് ഇളവുകൾ അനുവദിച്ചേക്കും. തിരൂരിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട BJP തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച തിരൂരിൽ സത്യാഗ്രഹ സമരം നടത്തും. രാവിലെ 10-ന് ടൗൺ ഹാൾ പരിസരത്ത് നടക്കുന്ന സത്യാഗ്രഹ സമരം BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരൂരിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സത്യാഗ്രഹ സമരം നടത്തും. തിരൂർ ടൗൺ ഹാൾ പരിസരത്ത് രാവിലെ 10-ന് ആരംഭിക്കുന്ന സത്യാഗ്രഹ സമരം BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്തുകൊണ്ടാണ് തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്ന ഘടകം? അത് മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. എന്താണ് കാരണം? തുഞ്ചത്താചാര്യൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, ഒരു മതത്തിൻ്റെ ആളല്ല, ഒരു വിഭാഗത്തിൻ്റെ ആളല്ല. നമ്മളെല്ലാവരും സംസാരിക്കുന്ന മലയാള ഭാഷയുടെ ആചാര്യനാണ്. അപ്പോൾ ആചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കുന്ന നിലപാടിൽ എന്തൊക്കെയോ ദുരൂഹത നിലനിൽക്കുന്നു. തിരൂർ നഗരസഭയും സർക്കാരും പ്രതിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇടതുപക്ഷ സർക്കാർ KM മാണിക്കും R ബാലകൃഷ്ണപിള്ളയ്ക്കും പ്രതിമകളൊരുക്കാൻ തിരക്ക് കൂട്ടുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ പ്രതിമ സ്ഥാപിക്കില്ലെന്ന നിലപാടിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. അഴിമതി കേസിൽ ശിക്ഷിച്ച ബാലകൃഷ്ണപിള്ളയ്ക്ക് നമ്മുടെ സംസ്ഥാനത്ത് പ്രതിമ സ്ഥാപിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചു. അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ സമരരംഗത്തേക്ക് വന്ന നിയമസഭയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമുക്കൊക്കെ ജനാധിപത്യ വിശ്വാസികൾക്ക് അപമാനമുണ്ടാക്കിയ നിയമസഭയിലെ കയ്യാങ്കളി വരെ നടന്നത് KM മാണിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആ KM മാണിക്ക് പ്രതിമ സ്ഥാപിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ഫണ്ട് മാറ്റിവെക്കുന്നു. എന്തുകൊണ്ട് തുഞ്ചത്താചാര്യൻ്റെ കാര്യത്തിൽ അവർ വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നു? ഇത് CPM വ്യക്തമാക്കണം.
BJP പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ പരിയാപുരം, മണ്ഡലം സെക്രട്ടറി ശശി കരകൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സ്മൃതി കേര പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സുരേഷ് ഗോപി MP താനൂരിൽ നിർവഹിച്ചു. കേരള നാടിന് കേരളത്തോട് സ്മരണയുണ്ടാവണം. കേരം തിങ്ങുന്ന നാടായി കേരളം മാറണമെന്നും രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ ഓരോ വ്യക്തിയും പദ്ധതിയുടെ ഭാഗമാകണമെന്നും സുരേഷ് ഗോപി MP പറഞ്ഞു. പ്രമുഖരുടെ പേരുകളിലാണ് തൈകൾ നൽകിയത്. ഒഴിവാക്കി കൊടുക്കണം. എല്ലാവരും കൂട്ടം കൂടി നിൽക്കരുത്. സംസ്ഥാനത്ത് 1 കോടി തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ബൃഹത് പദ്ധതിയായ സ്മൃതി കേരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം താനൂർ ശോഭാപറമ്പിൽ സുരേഷ് ഗോപി MP നിർവഹിച്ചു. 1 കോടി തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദത്തിനതീതമായി എല്ലാവരും ഈ പദ്ധതി ഏറ്റെടുക്കണമെന്നും അത് കേരളത്തിന്റെ ജനതയുടെ വിജയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ 10 വർഷത്തിന് ശേഷം കേരളത്തിനുണ്ടാകാൻ പോകുന്ന ഒരു അഭിമാന കുതിപ്പ് ഞാൻ സ്വപ്നം കാണുകയല്ല, നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ കാണുകയാണ്. നമുക്ക് എന്നും ഇങ്ങനെ ടാക്സ് വിരിച്ച് ബിൽ കളക്ടേഴ്സ് ആയിട്ടുള്ള ഒരു സർക്കാരായി തുടരാൻ പറ്റില്ല. വലിയ പുകയൂതുന്ന വിഷപ്പുകയൂതുന്ന നമ്മുടെ ശുദ്ധജല ശ്രേണികളെ മുഴുവൻ ഇല്ലാതാക്കുന്ന മാലിന്യം ഒഴുക്കുന്ന ഫാക്ടറികളല്ല വരേണ്ടത്. ഇതിനെല്ലാം പരസ്യം ചെയ്യാൻ പോവാണ്. പൈസ വാങ്ങാതെ പരസ്യം ചെയ്ത് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വഴി ഇന്ത്യയിലെ ജനങ്ങളിലേക്കും ലോക ജനതയ്ക്കും വെളിച്ചെണ്ണയുടെയും തേങ്ങാ ഉൽപ്പന്നങ്ങളുടെയും നന്മ എത്തിച്ചു കൊടുക്കുന്ന ഒരു വൻ പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാരിന് പിണറായി വിജയൻ ഭരിച്ചാലും സുരേന്ദ്രൻ ഭരിച്ചാലും രമേശ് ചെന്നിത്തല ഭരിച്ചാലും ആര് ഭരിച്ചാലും കേരളത്തിന് തണ്ടല്ലുറപ്പുള്ള നല്ല നെടും തെങ്ങ്, നല്ല വരിയുള്ള, നല്ല ഫൈബറുള്ള, ഒരു കൊടുങ്കാറ്റിനും വീഴ്ത്താൻ കഴിയാത്ത ഒരു തണ്ടല്ലുറപ്പുള്ള സമ്പദ്ഘടന കേരളത്തിന് സമ്മാനിക്കുന്നതായിരിക്കും ഇതിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് നമ്മൾ കാണേണ്ട ഫലപ്രാപ്തി. ദേശീയ നേതാക്കളുടെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും പേരുകളിലാണ് തൈകൾ വിതരണം ചെയ്തത്. BJP കൗൺസിലർമാരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും തൈകൾ ഏറ്റുവാങ്ങി. രാവിലെ 9 മണിയോടെ താനൂരിലെത്തിയ സുരേഷ് ഗോപിയെ ക്ഷേത്രഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് മേഖല പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മേഖലാ ജനറൽ സെക്രട്ടറി M പ്രേമൻ മാസ്റ്റർ, KK സുരേന്ദ്രൻ, അനിൽകുമാർ, ജനചന്ദ്രൻ മാസ്റ്റർ, പ്രിയേഷ്, ഗീതാമാധവൻ, K പ്രഭാകരൻ തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ചിറക്കൽ, പരിയാപുരം ഡിവിഷനുകളിൽ സുരേഷ് ഗോപി തൈകൾ നട്ടു. 2 ഡിവിഷനുകളായി നടന്ന ചടങ്ങിൽ കൗൺസിലർമാരായ ദിബീഷ് P, കൃഷ്ണൻ P, ഗീത E, സുമിത, KS ബീന ബാലൻ, ഷീന തുടങ്ങിയവർ സംബന്ധിച്ചു. സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. താനൂർ ആസ്ഥാനമായി തുടക്കം കുറിച്ച CH കെയർ ഫൗണ്ടേഷൻ ആദ്യ സംരംഭമായ ആംബുലൻസ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. താനൂർ ആസ്ഥാനമായി തുടക്കം കുറിച്ച CH കെയർ ഫൗണ്ടേഷന്റെ ആദ്യ സംരംഭമായ ആംബുലൻസ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനം നൽകാൻ കഴിയുന്നത് ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ്. ഓരോ ഗ്രാമത്തിലും അതുണ്ടായിട്ടുണ്ട്, ഓരോ വാർഡിലും പഞ്ചായത്തുകളിലൊക്കെ അതുണ്ടായിട്ടുണ്ട്. ജനങ്ങൾ കൂട്ടായിട്ട് സംഘടിച്ചുകൊണ്ട് അതിനെ നേരിടാം. കൊറോണ വരുമ്പോൾ ആ വീട്ടുകാരെ സഹായിക്കാൻ ഒരുപാട് വീടുകളിൽ ഒരേ സമയത്ത് കൊറോണ കടന്നാക്കുമ്പോൾ അവർക്ക് പ്രത്യേക ക്യാമ്പുകൾ ഒരുക്കുക, അതിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, സമയാസമയങ്ങളിലൊക്കെ മരുന്നും അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനും ഇതൊന്നും സർക്കാർ സംവിധാനങ്ങളല്ല ചെയ്തത്. സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് അതാത് സ്ഥലങ്ങളിൽ രൂപം കൊണ്ട കൂട്ടായ്മകളായി, ജനങ്ങളുടെ കൂട്ടായ്മകളായി. അതിൽ നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വികായ ടീം അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും മുസ്ലിം ലീഗ് കമ്മിറ്റികൾക്കും ആ കാര്യങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് ചെയർമാൻ C മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായിരുന്നു.
ഓഫീസിന്റെ ഉദ്ഘാടനം കെ കുട്ടി അഹമ്മദ് കുട്ടി നിർവഹിച്ചു. അബ്ദുറഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ UK അഭിലാഷ്, KN മുത്തുക്കോയ തങ്ങൾ, MP അഷ്റഫ്, TV കുഞ്ഞൻബാവ ഹാജി, TPM അബ്ദുൽ കരീം, O രാജൻ, അഡ്വക്കേറ്റ് സൈദലവി, അഡ്വക്കേറ്റ് PP ഹാരിഫ്, PP ഭാവത്തങ്ങൾ, PP ഷംസുദ്ദീൻ, റഷീദ് മോര്യ, അഡ്വക്കേറ്റ് PP റൌഫ്, EP കുഞ്ഞാവ, MP അംസക്കോയ, CK സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന TPM സൈതാലിക്കുട്ടിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രൈഡ് ഓഫ് താനൂർ പുരസ്കാരം ഉബൈദുള്ള താനാളൂരിന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMS സലാം സമ്മാനിച്ചു. മത, രാഷ്ട്രീയ, സാമൂഹ്യ, മാധ്യമ, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായ ഉബൈദുള്ള താനാളൂരിന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMS സലാം പ്രൈഡ് ഓഫ് താനൂർ പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ TPM മുഹ്സിൻ ബാബു അധ്യക്ഷനായിരുന്നു. കുറുക്കോളി മൊയ്തീൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജൂറി അംഗങ്ങളായ റഷീദ് മോര്യ, TP റസാഖ് എന്നിവരെ കുറുക്കോളി മൊയ്തീൻ ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PA റഷീദ്, താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, വനിതാ ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ ഷാഹിന നിയാസി, DC സെക്രട്ടറി O രാജൻ, അഡ്വക്കേറ്റ് PP റൌഫ്, AP മുഹമ്മദ് ഷെരീഫ്, KPO റഹ്മത്തുള്ള, TV കുഞ്ഞിബാവ ഹാജി, നിറമതിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പത്തമ്പാട, മുഹമ്മദ് ഷജാസ്, PS ഹമീദ് ഹാജി, BPO അസ്കർ മാസ്റ്റർ, M സലാം മാസ്റ്റർ, അബ്ദുൽ കരീം മൂലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. ചരിത്രത്തിന്റെ കാവ്യവൽക്കരണം തടയുക എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി താനൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ചരിത്രത്തിന്റെ കാവ്യവൽക്കരണം തടയുക എന്ന വിഷയത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി താനൂർ ഏരിയ കമ്മിറ്റി താനൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. SIO ജില്ലാ പ്രസിഡന്റ് ബാസിദ് താനൂർ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി സുറ അംഗം ഡോക്ടർ R യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി. എന്തുകൊണ്ടാണ് ഗെയിൽ വിരുദ്ധ സമരം മലപ്പുറം ജില്ലയിൽ മാത്രം രൂപപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എരഞ്ഞിമാവ് മാത്രം രൂപപ്പെടുന്നത്? തെക്കൻ കേരളത്തിലൊന്നും അത് ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ഈ ചോദ്യം കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. തെക്കൻ കേരളത്തിലെ ജനങ്ങൾ മതതീവ്രവാദികളല്ല. തെക്കൻ കേരളത്തിൽ ഇസ്ലാമില്ല, മുസ്ലിങ്ങളില്ല, അതുകൊണ്ട് അവിടെ തീവ്രവാദമില്ല. അവിടെ ഗെയിൽ പൈപ്പ് ലൈനെതിരെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വികസന പദ്ധതികൾക്കെതിരെ സമരം നടക്കുന്നില്ല. എന്നാൽ മലപ്പുറം ജില്ലയിൽ എത്തിയതോടുകൂടി അവിടെ സമരമുണ്ടാകുന്നു. മലപ്പുറം ജില്ലയിൽ എത്തിയതോടുകൂടി അവിടെ സമരമുണ്ടാവുകയും എന്നിട്ട് വലിയ പ്രക്ഷോഭങ്ങളെ രൂപപ്പെടുകയും ചെയ്യുന്നു. സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലെ അങ്ങനെയുള്ള സമരങ്ങളുണ്ടായപ്പോൾ, പ്രക്ഷോഭം രൂപപ്പെട്ടപ്പോൾ ആ പ്രക്ഷോഭത്തിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ മതമാണ് എന്ന് ബോധപൂർവം വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. ജമാഅത്ത് ഇസ്ലാമി താനൂർ ഏരിയ വൈസ് പ്രസിഡന്റ് കാസിം തട്ടാരത്തിൽ അധ്യക്ഷനായിരുന്നു. UN സിദ്ദീഖ്, C ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. കന്മനം സർവീസ് സഹകരണ ബാങ്കിന്റെ 4ാമത് ശാഖ കന്മനം ചെനക്കലങ്ങാടിയിൽ 20-ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ തിരൂരിൽ പറഞ്ഞു. കന്മനം സർവീസ് സഹകരണ ബാങ്കിന്റെ 4ാമത് ശാഖ കന്മനം ചെനക്കൽ അങ്ങാടിയിൽ 20-ന് വൈകിട്ട് 4 മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. കുറുക്കോളി മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അംഗങ്ങൾ കൊടുക്കുന്ന മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് എന്ന ഒരു പദ്ധതി വന്നു. അതായത് ദീർഘകാല മെമ്പർമാരായി ജീവിച്ച് ബാങ്കിനെ സഹായിച്ച ആളുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 50,000 രൂപ വിലയുള്ള ഒരു സമാശ്വാസം അത് ജില്ലയിൽ ആദ്യമായി കൊടുത്തത് കന്മനം സർവീസ് സഹകരണ ബാങ്കാണ്. അത് വലിയ ഒരു പ്രചാരം ഉദ്യോഗസ്ഥ തലങ്ങളിൽ തന്നെ ഉണ്ടായി. ജയറടക്കം പലരും നമ്മളെ ആ പ്രശംസിച്ചു. മാത്രം ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഉദ്ഘാടനം നടത്തിയത്. അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ നല്ല നിലക്ക് പ്രവർത്തിച്ചിരുന്ന ബാങ്കാണ്. ആ ബാങ്കിൻ്റെ 4ാമത്തെ ശാഖ പ്രവർത്തിച്ചു വരികയാണ്. നല്ല നിലക്ക് ജനങ്ങൾക്ക് സപ്പോർട്ട് നല്ലോണം ഉണ്ട്. വർഷങ്ങളായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് എല്ലാ വർഷവും മെമ്പർമാർക്ക് 20% ലാഭവിഹിതം നൽകി വരുന്നുണ്ട്. ജനോപകാരപ്രദമായ എല്ലാ പ്രവർത്തനങ്ങളിലും ബാങ്കിന്റെ സാന്നിധ്യം സജീവമാണെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ റഷീദ് കടവത്ത, AK ഹമീദ് മാസ്റ്റർ, നിരപ്പിൽ മുസ്തഫ, ഞാറക്കാട്ട് മുഹമ്മദ്, ഹബീബ് റഹ്മാൻ, ഫസലുദ്ദീൻ വാരണാക്കര തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ ടൗൺ ഹാളിൽ വാക്സിനേഷൻ ക്യാമ്പിൽ വാക്കേറ്റം. വരി നിർത്തുന്നതിൽ അപാകതയെന്ന് പറഞ്ഞായിരുന്നു വാക്കേറ്റം. RRT അംഗങ്ങൾ ഇടപെട്ട് വിഷയം ശാന്തമാക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 11:30 സംഭവം. വാക്സിനേഷൻ എത്തിയവരിൽ ചിലർ രജിസ്ട്രേഷനായി വരി നിൽക്കുന്നതിൽ അപാകത പറഞ്ഞായിരുന്നു വാക്കേറ്റം ഉണ്ടായത്.
ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ രൂക്ഷമായി പ്രതികരിച്ചതോടെ പ്രശ്നം വഷളാവുകയായിരുന്നു. പോലീസ് വന്ന വിഷയം പരിഹരിച്ചാലേ വാക്സിനേഷൻ തുടരുമെന്ന് ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു. തുടർന്ന് RRT അംഗങ്ങൾ ഇടപെട്ട് വിഷയം ശാന്തമാക്കുകയായിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ ധീരയോദ്ധാക്കളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. താനൂരിൽ കെ കുട്ടി അഹമ്മദ്കുട്ടിയും താനാളൂരിൽ പി റഷീദും നിറമത്തൂരിൽ നൂഹ് കരിങ്കപ്പാറയും ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര ധീരയോദ്ധാക്കളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കുട്ടി അഹമ്മദ്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇതിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ സമരത്തിൽ അണിനിരന്നത്. ആനക്കയത്തെ ചേക്കുട്ടി ഹാജിയെ കൊല്ലാൻ വാര്യംകുന്നൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഭൂരിഭാഗവും SC വിഭാഗങ്ങളായിരുന്നു, ദളിതരായിരുന്നു. ഒരുപാട് ദളിതർ സമരത്തിന് ഒപ്പമുണ്ടായിരുന്നു എന്ന കാര്യം ആരും മറന്നു പോകരുത്. EP കുഞ്ഞാവ അധ്യക്ഷനായിരുന്നു. KP സൈദലവി, K സലാം, TB കുഞ്ഞുട്ടി, CP സുലൈമാൻ, TP ഖാലിദ് കുട്ടി, P നൌഷാദ്, സിദ്ദിഖ് താനൂർ, ഭാവത്തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നിറമത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിറമത്തൂർ മങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ നൂഹ് കരിങ്കപ്പാറ ഉദ്ഘാടനം ചെയ്തു. KP അലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി, നിറമത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പത്തമ്പാട, പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി KM നൌഫൽ, പ്രവാസി ലീഗ് നേതാവ് സലാം പറവണ്ണ, നിയാസി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തവരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് തൽക്കാലം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, ഇവിടുത്തെ ഫാസിസ്റ്റുകളുടെ മുമ്പിൽ ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്നും ചരിത്രാതീത കാലത്തുണ്ടായ സംഭവമല്ല ഈ പ്രിയപ്പെട്ട വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരുടെയും സമര പോരാട്ടം നടന്നിട്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. ഇത് ഐതിഹ്യമല്ല, ഇത് പുരാണമല്ല. ഇത് ഇന്നിന്റെ ജീവച്ഛവങ്ങളായി കഴിയുന്ന ഒട്ടനവധി സമര നേതാക്കൾ ഇന്നും അതിന്റെ ബലിയാടുകളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ തുല്യതയില്ലാത്ത സമര പോരാട്ടം നടത്തി രാജ്യത്തെ ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ കൊഞ്ഞനം കുത്തുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ ആ പങ്കിനെ ആ ഫാസിസ്റ്റുകളുടെ ഒരു വാക്കുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല. അവർ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നവരാണ്. അവർ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നുകൊണ്ടാണ് അവർ രാജ്യസ്നേഹം തെളിയിച്ചത്. ഗോഡ്സെയാണത്രേ ഇവരുടെ വീരപുരുഷൻ. ഷെരീഫ് ചാരത്ത, PP ഇസ്മായിൽ, K ഹംസക്കോയ, ഷൗക്കത്ത് അലി, സിറാജ് കാളാട്, ചാരാത്ത് കുഞ്ഞിപ്പ, സാദുല, P കോയക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ജില്ലാ ലീഗ് ഉപാധ്യക്ഷൻ P റഷീദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് റൌഫ് മുഖ്യപ്രഭാഷണം നടത്തി. സ്വദേശിയായിരുന്ന MP നാരായണമേനോ ആ സമരത്തിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹവും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ആ സമരത്തിൽ ബസ് സ്റ്റാൻഡിനോടൊക്കെയുള്ള ആളുകളായിരുന്നു. അതായത് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളായിരുന്നു. ഇവരാരും തന്നെ പറയാത്ത ഒരു ചരിത്രം പിന്നീട് നമ്മുടെ MPS നാരായണൻ ചരിത്രരചന നടത്തിയ ആളാണ്. മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന ICHR-ന്റെ ചെയർമാനായിട്ട് ഇരുന്ന ആളാണ്. TP റസാഖ്, P അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. ബഷീർ പാലപ്പെട്ടി, M അബ്ദുറഹ്മാൻ മാസ്റ്റർ, U നാസർ മാസ്റ്റർ, PP ഗഫൂർ, TP മൊഹസിൻ ബാബു, കക്കോടി അലി ഹസൻ, ജംഷീർ തുറുവായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് തിരു മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരു പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറിയമണ്ഡം പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലക്കടത്തൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫും ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ധീരദേശാഭിമാനികളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ചെറിയമണ്ഡം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആ മലബാർ സ്വാതന്ത്ര്യ സമരം തിരൂരങ്ങാടി ആസ്ഥാനമാക്കിയാണ്
സമരം നടന്നതെങ്കിലും ആ സമരത്തിന്റെ അലയൊലികൾ താനൂരിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏറനാടിന്റെയും മുഴുവനാടിന്റെയും ഗ്രാമങ്ങളിലും ആ സമരത്തിന്റെ അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലും നമ്മുടെ താനൂർ പ്രദേശങ്ങളിലുമെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊടിയ പീഡനങ്ങൾക്കും യാതനകൾക്കും മർദ്ദനങ്ങൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിധേയരായിട്ടുണ്ട്. സമരത്തിന്റെ ഭാഗമായി ആ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിട്ടാണ് 1921 മലബാർ സ്വാതന്ത്ര്യ സമരവുമായി മുന്നോട്ട് പോയത്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാരെ പോലുള്ള ആളുകൾ, അവരുടെ സമര ചരിത്രത്തെ കുറിച്ച് നമുക്കറിയാം, ഈ നാടിനറിയാം. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് പി ടി നാസർ അധ്യക്ഷനായിരുന്നു. പി ടി കെ കുട്ടി, എം കമ്മുക്കുട്ടി, എൻ എ നസീർ, വി ഇസ്മായിൽ ഹാജി, വൈ സൽമാൻ, എം എ റഫീഖ്, എം ജംഷാദ് എന്നിവർ പ്രസംഗിച്ചു. കെ പി അബ്ദുൽ ഗഫൂർ, കെ എം ചേക്കു, ടി എ റഹീം, പി ടി മുഹമ്മദ് അലി, നൌഷാദ് പറപ്പുത്തടം, പി ആഷിഖ്, വി സലാം ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം സ്വതന്ത്രയായത് ഒരു നാൾ ഇടിവെട്ടിയപ്പോൾ പൊട്ടിമുളച്ചതായിരുന്നില്ല ഇതിന്റെ സ്വാതന്ത്ര്യം. അലാവുദ്ദീന്റെ അത്ഭുതവിളക്കുമായി ഇതുവഴി സഞ്ചരിച്ചപ്പോ കൈവന്ന ഒരു മേന്മയുമല്ല ഇതിന്റെ സ്വാതന്ത്ര്യം, മറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത പോർക്കളങ്ങൾ, ലക്ഷക്കണക്കായ ആളുകളുടെ ജീവാഹുതി, ദശലക്ഷക്കണക്കായ ആളുകളുടെ പലായനങ്ങൾ, അതിലേറെ ആളുകളുടെ വേദന ജനകങ്ങളായ അനുഭവങ്ങൾ, രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ പരിസ്ഥിത മേഖലകളിൽ അനവധി പോരാട്ടങ്ങൾ നടന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. തീർച്ചയായും മലബാറിലെ സമരത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് ശരി തന്നെയാണ്. സ്വാഭാവികമായും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം കൂടുതലുണ്ടാകും എന്നുള്ളതിൽ ചരിത്രമറിയുന്ന ആളുകൾക്ക് സംശയിക്കേണ്ടതില്ല. 700 കൊല്ലത്തോളം മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച ഒരു രാജ്യം കച്ചവടക്കാരുടെ കൈകളിലേക്ക് ഇതിന്റെ ഭരണം എത്തിയപ്പോ തിരിച്ചു പിടിക്കണമെന്ന മോഹം 700 കൊല്ലത്തെ ഭരണ പാരമ്പര്യമുള്ള ഒരു സമുദായത്തിനുണ്ട്. ഇബ്രാഹിം ഹാജി അധ്യക്ഷനായിരുന്നു. എ കെ സീതാലിക്കുട്ടി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, സി എം ആലി ഹാജി, കണ്ടാത്ത് കുഞ്ഞുപ്പ, കെ കെ റിയാസ്, സി പി ബാദുഷ, പി കെ തങ്ങൾ, വി പി സൈദലവി ഹാജി, വി പി ഉമർ, ടി വി സമദ് തുടങ്ങിയവർ സംസാരിച്ചു. കെ ടി സക്കീർ, കുഞ്ഞിപ്പ, വി പി ഹംസ, സി ടി ഷൗക്കത്ത, പൊഴിത്തറൻ യൂസഫ്, ആഷിഖ് മരക്കാർ, അഡ്വക്കേറ്റ് മുസമിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വീണ്ടും നേരിയ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 19,325 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,21,070 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 19,325 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 2,626, തൃശൂർ 2,329, കോഴിക്കോട് 2,188, തിരുവനന്തപുരം 2,050, പാലക്കാട് 1,775, മലപ്പുറം 1,596, കൊല്ലം 1,342, കണ്ണൂർ 1,119, കോട്ടയം 1,013, ആലപ്പുഴ 933, പത്തനംതിട്ട 831, ഇടുക്കി 708, വയനാട് 452, കാസർഗോഡ് 363 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,21,070 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 143 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 23,439 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 18,714 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,038 പേരുടെ സമ്പർക്കരോടും വ്യക്തമല്ല. 77 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. മലപ്പുറത്തെ രോഗികളിൽ ഭൂരിഭാഗവും സമ്പർക്ക രോഗികളാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 1,596 പേർക്കാണ് രോഗം ബാധിച്ചത്. 1,528 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 14.42% DPR. 2,659 പേർ രോഗമുക്തരായി. ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. ശനിയാഴ്ച 1,596 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 1,528 പേർക്കും നേരത്തെ രോഗബാധ സ്ഥിരീകരിച്ചു. 14.42% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ശനിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 32 പേർക്ക് ഉറവിടമറിയാതെയാണ് വൈറസ് ബാധയുണ്ടായത്. 3 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, 33 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലെത്തിയവരാണ്. ഇതിനിടെ ജില്ലയ്ക്ക് ആശ്വാസമായി 2,689 പേർ രോഗമുക്തരായി. JCI തിരൂരും ആസാദ് ഗോൾഡും സംയുക്തമായി തിരൂരിലെ മുഴുവൻ ഓട്ടോറിക്ഷകളിലും സാനിറ്റൈസർ നൽകും. സെപ്റ്റംബർ 30-നകം ടൗണിലെയും പരിസരങ്ങളിലെയും ഓട്ടോറിക്ഷകളിൽ സ്റ്റാൻഡോട് കൂടിയ സാനിറ്റൈസറുകളാണ് വിതരണം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ തിരൂരിൽ അറിയിച്ചു. JCI തിരൂരും ആസാദ് ഗോൾഡും സംയുക്തമായി തിരൂരിലെ മുഴുവൻ ഓട്ടോറിക്ഷകളിലും സാനിറ്റൈസർ നൽകും. 100ഓളം ഓട്ടോറിക്ഷകളിൽ തന്നെ സ്ഥിരമായി ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡോട് കൂടിയ സാനിറ്റൈസറുകളാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
കോവിഡ് കാലത്ത് സാധാരണക്കാർ യാത്ര ചെയ്യാൻ ഏറെ ആശ്രയിക്കുന്ന വാഹനമായ ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടി സാനിറ്റൈസറും സ്റ്റാൻഡും നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ യാത്ര വല്ലാത്തൊരു വെല്ലുവിളി നിറഞ്ഞു തന്നെയാണ്. ഒരുപക്ഷെ ബൈക്കുള്ള ആളുകൾക്കും കാറുള്ള ആളുകൾക്കും ഒക്കെ യാത്ര എളുപ്പമായിരിക്കും. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന, അതായത് ബസ്സോ ഓട്ടോറിക്ഷയാണ് നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഈ ഓട്ടോറിക്ഷയിലെ യാത്ര ഒരു സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് JCI തിരൂരും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ മേഖലയിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ആസാദ് ഗോൾഡും കൂടി സംയുക്തമായിട്ട് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ദിനംപ്രതി ഒട്ടേറെ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രത്യേകിച്ചിട്ട് ഈ ഒരു സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കണം ഇതെല്ലാം കൊണ്ട്. ആ സമയത്ത് അവർക്ക് സ്വന്തമായിട്ടൊരു സാനിറ്റേഷൻ എന്നുള്ള ഒരു സംഭവം അവർക്ക് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടൗണുകളിൽ ആളുകൾ വരുന്നത് കുറവ്, ഓട്ടോ അവരുടെ നിത്യവരുമാനം എന്ന നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് JCI ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ആസാദുമായി നമ്മളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇതൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രൊജക്റ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് സാധാരണക്കാർക്ക്. ഇവിടെ ഇപ്പോൾ കൂടുതൽ കോവിഡ് രോഗികളും ഒക്കെ വരുന്നത് ഇങ്ങനെ സാധാരണ ആളുകൾ കടിയിലാണ് കൂടുതൽ വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മാസ്ക് ഇടുന്നുണ്ടാവും, പക്ഷേ നമ്മളെ കൈ സാനിറ്റേഷൻ നടത്തുക എന്നുള്ളത് പ്രക്രിയ ഇല്ലാത്തൊരു സാഹചര്യം ഇത്തരം മേഖലയുണ്ട്. ഇപ്പോൾ ബസ്സിലായാലും ആ ഒരു പ്രശ്നമുണ്ട്. ഓട്ടോറിക്ഷയിൽ സാധാരണയായിട്ട് കൂടുതലായിട്ടുണ്ടാകും. കാരണം ഒരാൾ ഇറങ്ങി അടുത്ത ആൾ കയറുകയാണ്. അവിടെ ഒരു ഇപ്പോൾ നമ്മൾ ഷോപ്പുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കയറുന്ന മുൻഭാഗത്ത് തന്നെ നമ്മൾ സാനിറ്റേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടാവും. ഈ ടെമ്പറേച്ചർ പരിശോധിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു നിത്യ ആളുകൾ കയറി ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സൗകര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലക്കാണ് JCI ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത്. തീർച്ചയായിട്ടും അത് ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന നിലക്ക് അതിനൊരു താല്പര്യം എടുക്കാണ്ടായ കാരണം ഇതിലൊരു താല്പര്യം ഒരു ആരോഗ്യ രംഗത്ത് നമ്മുടെ ആളുകളെ പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാം രംഗം ഉഷാറായി നിന്നാൽ മാത്രമേ പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് മുന്നിലെ നമുക്ക് ഒരു നല്ല നിലനിൽപ്പുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു സംരംഭത്തിന് ആസാദും JCI എടുത്ത ഈ ഒരു ഇനീഷ്യേഷന് നമ്മൾ താല്പര്യം ഉണ്ടായിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ JCI പ്രസിഡന്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ മിസിർ, ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ KN മുത്തുക്കോയ തങ്ങൾ, JCI സെക്രട്ടറി മനു ആന്റണി, പ്രോഗ്രാം ഡയറക്ടർ ഷബീർ അലി, ആസാദ് പ്രതിനിധി ഷബാദ് കൈനിക്കര, റനീഷ് കൊച്ചുകുടിയിൽ, അസീസ് മാവുകുന്ന, ജർഷാദ് സ്റ്റോണീസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 25ഓളം പേർ രക്തം നൽകി. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കുന്നിന്റെ സഹകരണത്തോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 25 പേരാണ് രക്തം നൽകിയത്. മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന BK സെയ്ദിന്റെ സ്മരണാർത്ഥമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം എന്ന ഈ ഒരു ഗ്രൂപ്പ് പൊതുവെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആക്സിഡന്റ് തടയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് നിങ്ങളുമായി സഹകരിച്ച് ഇവിടെ 25 പേര് രക്തം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. രക്തദാനം മഹത്ദാനമാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു നല്ല പരിപാടി ഈ സംഘടിപ്പിച്ച ഇതിന്റെ എല്ലാ ആളുകൾക്കും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയിലായ രക്തബാങ്കുകളെ സഹായിക്കാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. റാഫ് തിരൂർ മേഖലാ പ്രസിഡന്റ് ഹനീഫ അടിപ്പാട്ട് അധ്യക്ഷനായിരുന്നു. മലപ്പുറം ജില്ലയിലെ മറ്റു ഗവൺമെന്റ് രക്തബാങ്കുകൾ കേന്ദ്രീകരിച്ചും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് റാഫ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് മാമ്പ്ര പറഞ്ഞു. റാഫ് ജില്ലാ പ്രസിഡന്റ് MT തെയ്യാല, പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശശികുമാർ, റാഫ് തിരൂർ മേഖലാ സെക്രട്ടറി റഫീഖ്, സമീർ, ആരിഫ്, മറ്റു ഭാരവാഹികളായ നാസർ കൈരളി, സലീം കൈരളി, ജലീൽ പൊഴിക്കുന്ന്, ബദറുദ്ദീൻ, ഗീത, ജനാർദ്ദനൻ, ബീരാൻ, സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളയിൽ എതിർപ്പ് ചൂണ്ടിക്കാട്ടി തിരൂർ നഗരസഭയിൽ പ്രമേയം. പ്രതിപക്ഷ പ്രതിഷേധം ബഹളത്തിനിടയാക്കി. പ്രമേയം അജണ്ടയിൽ നിന്ന് മാറ്റണമെന്ന പ്രതിപക്ഷം. ജനവികാരം പ്രതിപക്ഷം കാണാതെ പോകുന്നതായി നഗരസഭാ അധ്യക്ഷ. പൂക്കിപ്പറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. തെന്നല അറക്കൽ സ്വദേശി ശശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കം. ദുരൂഹത കണ്ടെത്താൻ SP നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന. സ്മൃതി കേരം പദ്ധതി ജില്ലാതല ഉദ്ഘാടനം താനൂരിൽ നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം തൈനട്ട് സുരേഷ് ഗോപി MP നിർവഹിച്ചു. സംസ്ഥാനത്തെ കോവിഡ് കണക്കിൽ നേരിയ ആശ്വാസം. 19,325 രോഗികൾ. മലപ്പുറത്ത് സമ്പർക്ക രോഗികൾ വർദ്ധിക്കുന്നു. 1,596 പേർക്ക് രോഗബാധ. 2,689 പേർക്ക് രോഗമുക്തി.
ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.